ഇച്ചായ. ശരീരത്തിൽ പിടിച്ചുലച്ചുകൊണ്ടുള്ള ആമിയുടെ വിളിയൊച്ച ഏതോ ഗുഹാമുഖത്ത് നിന്നെന്ന പോലെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചുറ്റുപാട് നിറഞ്ഞ ഇരുളിൽ അവളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത നിസ്സഹായതയോടെ അവൻ ദിശയറിയാതെ പാഞ്ഞു. ഇച്ചായ. കൊച്ചേ. അവൻ്റെ കൈ പതിയെ ഒന്നടിച്ചുകൊണ്ട് ഒച്ച ഉയർത്തി ആമി വിളിച്ചതും റയാൻ ഞെട്ടി കണ്ണു തുറന്നു. മുന്നിൽ അന്തം വിട്ടിരിക്കുന്ന പെണ്ണിനെ പകച്ചു നോക്കി. നിമിഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ട മുഖമല്ല അവൾക്കിപ്പോൾ. തന്നെയും എപ്പോഴും കൊതിപ്പിക്കാറുള്ള അതേ മുഖം. കുളി കഴിഞ്ഞ് ഭസ്മം തൊട്ട നെറ്റിയും കുങ്കുമം പടർന്ന നെറുകയും, ചൊടികൾ വരണ്ടുണങ്ങിയിട്ടില്ല. തന്നെ കൊതിപ്പിക്കുന്ന അതേ ചൊടികൾ. ഇച്ചാൻ എന്തിനാ കിടന്ന് കരയുന്നേ? അന്തം വിട്ടിരിക്കുന്ന പെണ്ണിനെ ചാടി എണീറ്റ് വാരിപ്പുണരുമ്പോൾ വിട്ടിട്ട് പോകല്ലേ പെണ്ണേന്നവൻ്റെ ഹൃദയം അലമുറയിട്ട് കൊണ്ടിരുന്നു. ചെടാ, എന്തോ ഇച്ചായ? അവൻ്റെ മുടിയിഴകളിലൂടെ മൃദുവായി തലോടുമ്പോൾ ആമി പതിയെ ചോദിച്ചു. എനിക്ക് നീ അല്ലാതെ പറ്റില്ല കൊച്ചേ. പോവാണേ എന്നെ ഒപ്പം കൂട്ടിയേക്കണം, അവൻ പുലമ്പി. അത് കേട്ടതും ആമി പതിയെ പുഞ്ചിരിച്ചു. ഇച്ചായനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? ഒരമ്മയുടെ വാത്സല്യത്തോടെ ആമി അവൻ്റെ ചെവിയിൽ അമർത്തി ചുംബിച്ചു. ചീത്ത സ്വപ്നം വല്ലതും കണ്ടോ? റയാൻ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ഇനി ഒരിക്കൽ കൂടി ആ രംഗങ്ങളൊന്നും ഓർക്കാൻ പോലും ത്രാണിയില്ലാത്തതുപോലെ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. സന്ധ്യയ്ക്ക് കിടന്നുറങ്ങരുതെന്ന് പറഞ്ഞാൽ കേൾക്കൂല, എന്നിട്ടിപ്പോൾ കുഞ്ഞു പിള്ളേരെ പോലെ പറ്റിയിരിക്കുന്നത് നോക്ക്. ആമി കളിയാക്കി ചിരിക്കുമ്പോഴും അവന് പെണ്ണുടലിനെ വരിഞ്ഞു മുറുക്കിയിരുന്നതേയുള്ളൂ. കണ്ടതൊക്കെ വെറും സ്വപ്നമായിരുന്നോർത്ത് സമാധാനിക്കാൻ ശ്രമിക്കുമ്പോഴും ഹൃദയം പിടഞ്ഞുകൊണ്ടേയിരുന്നു. ഫോൺ റിങ് ചെയ്തുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. റീജോ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ് സെബാന്റെ പേര് കണ്ട് അവൻ വേഗം ഫോണെടുത്ത് കാതോട് ചേർത്തു. എന്താടാ? എടാ, കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണമാ. പരിഭ്രമം നിറഞ്ഞ സെബാന്റെ സ്വരം കേട്ട് റീജോ മുഖം ചുളിച്ചു. നീ കാര്യം പറ. എടാ, പോലീസ് നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്ന് ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയത് മുതൽ വീടെത്തും വരെ ഒരു ബൈക്കൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ എന്നാ? നീ പോണ വഴിക്ക് വേറെ വണ്ടിക്കൊന്നും പൊയ്ക്കൂടായോ? അതല്ലടാ, അതൊരു പോലീസുകാരനായിരുന്നു. വേദയുടെ കേസിൻ്റെ കാര്യത്തിന് കോളേജിൽ വന്ന പോലീസുകാരുടെ കൂടെ അയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ്റെ വാക്കുകൾ മനസ്സിലെവിടെയോ ഭയത്തിൻ്റെ വിത്ത് പാകിയെങ്കിലും റീജോ അത് പുറമേ കാണിക്കാൻ ഒരുക്കമായിരുന്നില്ല. എടാ പുല്ലേ, അയാൾ പോലീസ് തന്നെയായിരിക്കും. അതുവഴി വന്നും കാണും എന്ന് കരുതിയ ഉടനെ നിന്നെ പിടിക്കാനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ ഇങ്ങനെ ഇപ്പം പിടിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നോണ്ടാ ചുമ്മാ പോകുന്നവരെ പോലും നിനക്ക് സംശയം തോന്നുന്നത്. എടാ, ഇതങ്ങനെയല്ല. ഇയാൾ കുറേ ദിവസമായി എൻ്റെ പിറകെ തന്നെയുണ്ട്. ശ്രദ്ധിച്ചത് ഇപ്പോഴാന്നേ ഉള്ളൂ. കോപ്പ. പോയി പണി നോക്കടാ പുല്ലേ. ചുമ്മാ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ. നിസ്സാരഭാവത്തിൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തെങ്കിലും റീജോയുടെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു. കുറച്ചു ദിവസം മുന്നേ വേദ കേസിൽ നിന്നും തന്നെ മാറ്റിയതായി റോബിൻ പറഞ്ഞത് അസാധാരണമായി പലരെയും കണ്ടതുമൊക്കെ അവൻ ചിന്തകളിലേക്ക് പാഞ്ഞു കയറി. ഇന്നല്ലെങ്കിൽ നാളെ പെടുക തന്നെ ചെയ്യുന്നേ. ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് അവനൊരു ഞെട്ടലോടെ കേട്ടു. പിടിക്കപ്പെട്ടാൽ അത് റീജോയുടെ അവസാനമായിരിക്കുമല്ലോ. പക്ഷേ ഇതുകൊണ്ടൊന്നും തോറ്റു പിന്മാറില്ല റീജോ. ആത്മീയ റയാൻ രണ്ടിനെയും തീർത്തിട്ടേ പോകൂ. അവൻ്റെ ബീജത്തെ ഉള്ളിൽ പേറുന്ന നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടി. അവൻ്റെ എച്ചിലാണേലും കുഴപ്പമില്ല. നിന്നെ എനിക്കൊന്ന് അറിയണം. ഞാൻ ആടി തിമിർക്കും നിന്നിൽ. ക്രൂരത നിറഞ്ഞ ഭാവത്തിൽ അവൻ പിറുപിറുത്തു. വെറുപ്പ കോപ്പാന്ന് പറഞ്ഞ് നടന്നിട്ടൊരു അവളുടെ അമ്മയുടെ ഗർഭം. ആ ഗർഭത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ലടി. അവൻ്റെ ജീവനെ ഞാൻ... ഓ സോറി, ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെ ഒന്ന് കയ്യിൽ കിട്ടാൻ എന്നെക്കാൾ ഭ്രാന്ത് പിടിച്ചതുപോലെ അലഞ്ഞു നടക്കുന്ന വേറൊരാളും കൂടുണ്ട് എൻ്റെ കൂടെ. അത് ഞാനങ്ങ് മറന്നു. നീ ഉള്ളിൽ താലോലിക്കുന്ന റയാൻ പോളിൻ്റെ ജീവനെ അവൻ വെറുതെ വിടില്ലടി. അത്രമേൽ പകയോടെ പറഞ്ഞിട്ട് അവനൊരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു. ദിവസങ്ങൾ അലസമായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ആമിയും റയാനും തങ്ങളുടെ കുഞ്ഞുമണിയുമൊത്തുള്ള നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് അവരുടെ ലോകത്തിൽ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രണ്ട് വീട്ടുകാരും ഇടയ്ക്കിടെ അവർക്കരികിൽ വന്നു പോകാറുണ്ട്. എല്ലാം കൊണ്ട് സന്തോഷം നിറഞ്ഞ നാളുകളിലൂടെയായിരുന്നു എല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വിധിയൊരു ചിലന്തിയെപ്പോലെ അവർക്കുള്ള വല നെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ അറിഞ്ഞതേയില്ല. റബ്ബർ തോട്ടത്തിന് നടുവിലെ കൂറ്റൻ ബംഗ്ലാവിൽ നിന്നുമുള്ള മഞ്ഞളിച്ച പ്രകാശം ദൂരെ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. റബ്ബർ മരങ്ങൾ ഇരുൾ തീർത്ത മഞ്ഞിൻ്റെ കനത്ത പാളികൾ മൂടുപടമണിഞ്ഞ ആ ഭാഗത്ത് നിലകൊള്ളുന്ന ആ ബംഗ്ലാവ് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രേതക്കോട്ട പോലെ തോന്നിച്ചു. എങ്ങനെയുണ്ടടാ പിള്ളേരെ എൻ്റെ ഈ സാമ്രാജ്യം? ചുളുവിന് കിട്ടിയപ്പോൾ വാങ്ങിയതാ. തിരിഞ്ഞു നിന്നുകൊണ്ട് ഗ്ലാസ്സിൽ പകർന്ന മദ്യത്തിലേക്ക് സോഡ പകർന്നുകൊണ്ട് ഒരുവൻ ചോദിച്ചു. പൊളി വൈബല്ലയോ? മറ്റേ മഴ, ജോൺസൺ മാഷ് എന്നൊക്കെ പറയുന്ന പോലെ മഞ്ഞ്, വിസ്കി, പിന്നൊരു പീസും കൂടി ഉണ്ടെങ്കിൽ സ്വർഗം. പുതച്ചിരുന്ന ഷോളൊന്ന് നേരെയാക്കിക്കൊണ്ട് സെബാൻ പറഞ്ഞതും തിരിഞ്ഞു നിന്നവൻ ഒരു പൊട്ടിച്ചിരിയോടെ അവരെ നേരെ തിരിഞ്ഞു. നീ കൊള്ളാലോടാ. പക്ഷേ ഇവിടെ നിന്റെ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. അയാൾ പറഞ്ഞതും സെബാൻ മുഖം ചുളിച്ചുകൊണ്ട് അരികിലിരുന്ന റീജോയെ നോക്കി.
നീ അവനെ നോക്കണ്ട. കാരണം ഞാൻ തന്നെ പറയാം. നേരത്തെ പറഞ്ഞില്ലേ ഇതെന്റെ സാമ്രാജ്യമാണെന്ന്. ഈ മലമൂട്ടിൽ വന്ന് ഞാൻ ഇങ്ങനൊരു സാമ്രാജ്യം ഒരുക്കിയത് അവൾക്ക് വേണ്ടിയാ, എൻ്റെ പട്ടമഹിഷിക്ക് വേണ്ടി. എൻ്റെ അന്തപുരത്തിൽ അവൾ വരുന്ന നാളിനു വേണ്ടിയാ രാജാവും രാജ്യവുമൊക്കെ കാത്തിരിക്കുന്നത്. അവനൊരു തരം ഉന്മാദത്തോടെ പറഞ്ഞത് സെബാന് പുച്ഛം തോന്നിപ്പോയിരുന്നു. തേങ്ങാക്കൊല, നല്ല ബെസ്റ്റ് പട്ടമഹിഷി തന്നെ. നിങ്ങൾക്ക് വല്ല വട്ടുമുണ്ടോ ഇച്ചായ? വല്ലവൻ്റെയും കൂടെ കിടന്നവൻ്റെ കൊച്ചിനെയും വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരുത്തിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഭ്രാന്ത് കാണിച്ചു കൂട്ടാൻ. ചുമ്മാ ഒന്ന് രുചി നോക്കാനൊക്കെയാണേൽ കൊള്ളാം. ഇത് ചുമ്മാ ഭ്രാന്തെന്നല്ലാതെ എന്ത് പറയാൻ? അതേടാ, ഇതൊരു ഭ്രാന്ത് തന്നെയാ. പക്ഷേ ആ ഭ്രാന്തിൻ്റെ ആഴമളക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല. നീ പറഞ്ഞത് നേരാടാ. അവൾ ഒരുത്തൻ്റെ കൂടെ കിടന്നവളാ. അവൻ്റെ കൊച്ചിനെ വയറ്റിൽ ചുമക്കുന്നവളുമാ. പക്ഷേ അതാ എൻ്റെ ഹരം. കാരണം എന്താണെന്നറിയാവോ നിനക്കൊക്കെ? അവൾ റയാൻ പോളിൻ്റെ പെണ്ണാ. അതാണ് ഞാൻ അവളിൽ കാണുന്ന പ്രത്യേകത. അവനെ മാത്രം അറിഞ്ഞ് അവൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാനാ ഞാനീ കാത്തിരിക്കുന്നത്. അവിടെയാ വർഷങ്ങളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പകയ്ക്ക് ശമനമിരിക്കുന്നത്. റയാനെ കൊല്ലാനുള്ള പകയിൽ അവൻ പറഞ്ഞു നിർത്തിയതും സെബാൻ അമ്പരപ്പോടെ നോക്കിയിരുന്നു. അല്ല, കുറേ ആയല്ലോ ഈ പകയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് അതിൻ്റെ കാരണം കൂടൊന്ന് പറയിച്ചായ. കയ്യിലിരുന്ന മദ്യം ഒറ്റ വലിക്ക് അകത്താക്കിക്കൊണ്ട് റീജോ ചോദിച്ചു. അത് കേട്ട് എതിരെ നിന്നവൻ പൊട്ടിച്ചിരിച്ചു. ഇല്ലടാ, തൽക്കാലം അതൊന്നും എൻ്റെ പിള്ളേരറിയണ്ട. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോ, റയാൻ പോളിനോടുള്ള ഈ വികാസിൻ്റെ പകയടങ്ങണമെങ്കിൽ അവൻ്റെ പെണ്ണിനെ ഒരു പഴന്തുണിക്കെട്ട് പോലെ അവൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം എനിക്ക്. അത് കണ്ട് അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ അലറിക്കരയുന്നത് എനിക്ക് കാണണം. എന്നാലേ വർഷങ്ങളായി ഞാനുള്ളിൽ പേർന്ന നെരിപ്പോടണയൂ. പക മൂത്തൊരു വന്യമൃഗത്തെപ്പോലെ മുരളുമ്പോൾ അവൻ്റെ ഭാവം കണ്ട് ഭയം തോന്നിയ സെബാൻ റീജോയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. ആ, ഇച്ചായനത് വിട്. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്നാൽ പിന്നെ റയാൻ പോളുമില്ല, അവൻ്റെ മറ്റവളുമില്ല. റീജോ വികാസിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നടന്നാൽ എന്നൊന്നില്ല റീജോ, നടന്നിരിക്കണം. നടന്നിരിക്കും. ആർട്സ് ഡേയുടെ അന്ന് തന്നെ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടക്കും. റീജോയുടെ വാക്കുകൾ വികാസിൽ ഒരു ലഹരി പോലെയായിരുന്നു പടർന്നു കയറിയത്. അതിൻ്റെ തെളിവെന്നോണം അവൻ വന്യമായി ചിരിച്ചു. വരുന്ന തിങ്കളാഴ്ചയായിരുന്നു ആമിയുടെ കോളേജിലെ ആർട്സ് ഡേ. അതിനുള്ള ഒരുക്കത്തിലായിരുന്നു വിദ്യാർത്ഥികളെല്ലാം. പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസും ഷോപ്പിങ്ങും എല്ലാം മുറപോലെ നടന്നുകൊണ്ടിരുന്നു. ആമി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവളില്ലാത്ത പരിപാടിക്കൊന്നുമില്ലെന്ന് തീരുമാനിച്ച ത്രിമൂർത്തികൾ ഒരേപോലെ ഡ്രസ് കോഡ് മാത്രം മതിയെന്ന ധാരണയിലായിരുന്നു. അതിൻ്റെ പേരും പറഞ്ഞ് സിറ്റിയിലുള്ള സകല ഷോപ്പുകളിലും കയറിയിറക്കമായിരുന്നു മൂന്നിൻ്റെയും പുതിയ പരിപാടി. അതിന് കാറും കൊണ്ട് പുറകെ നടപ്പ് റയാൻ്റെയോ സ്റ്റെഫിയുടെയോ ഡ്യൂട്ടിയായി മാറിക്കഴിഞ്ഞിരുന്നു. ബാൽക്കണി റെയിലിങ്ങിൽ കാലുകൾ പൊക്കിവെച്ച് കസേരയിൽ ചാരിയിരിക്കുന്ന വികാസിൻ്റെ മടിയിലേക്ക് ഒരു പേപ്പർ കൊണ്ടിട്ട് റീജോ. കിട്ടിയോ? കണ്ണ് തുറക്കാതെ തന്നെയായിരുന്നു അവൻ്റെ ചോദ്യം. പിന്നെ കിട്ടാതെ എവിടെ പോകാൻ? കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു, എന്നാലും സംഘടിപ്പിച്ചു. തിങ്കളാഴ്ചത്തെ റയാൻ്റെ ഫുൾ പ്രോഗ്രാം ചാർട്ട് ഇതിലുണ്ട്. ഗുഡ്. അപ്പോൾ ഇത് പ്രകാരം മതി ബാക്കി പ്ലാനിങ്. എന്താ ഇച്ചായൻ്റെ പരിപാടി? വേറെന്താ, റയാൻ വീഴണം. അതേസമയം തന്നെ കോളേജിൽ നിന്ന് ആത്മികയെ പൊക്കണം. സിമ്പിൾ. നിസ്സാരഭാവത്തിൽ അവൻ പറയുന്നത് കേട്ട് റീജോ അന്താളിപ്പോടെ നിന്നു. കാരണം പറയുന്നത്ര എളുപ്പത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ അവന് ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇച്ചായ, റീജോ എന്തോ ചോദിക്കാൻ തുടങ്ങിയതും കൈ ഉയർത്തി അവനെ തടഞ്ഞുകൊണ്ട് വികാസ് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അറിയാടാ, റയാനെ ഒന്ന് തൊടാൻ പോലും നിന്നെയൊന്നും കൊണ്ട് പറ്റത്തില്ല. അതെനിക്ക് വിട്ടേക്ക്. അവൻ്റെ തകർച്ചയ്ക്ക് ഞാൻ തന്നെ തുടക്കമിട്ടോളാം. ആ നേരത്ത് അവളെ പൊക്കി ഇവിടെ എത്തിക്കാൻ നിനക്ക് പറ്റുമല്ലോ. അതോ ഇനി അതും ഞാൻ തന്നെ? വേണ്ട ചായ, അവളെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അവൻ്റെ വാക്കുകളിലെ ഉറപ്പ് കണ്ട് വികാസ് ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി. ആവേശം കൊള്ളാം. പക്ഷേ റയാനോടുള്ള പക കൊണ്ട് മാത്രമല്ല നീ എൻ്റെ കൂടെ കൂടിയതെന്നും നിനക്ക് അവളിലൊരു കണ്ണുണ്ടെന്നും നീ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. അവളെ കൈ കെട്ടിക്കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും തോന്നൽ മനസ്സിൽ വന്നാൽ നീ ഇപ്പോൾ ഇച്ചായെന്ന് വിളിക്കുന്ന ഈ ഞാൻ തന്നെ നിൻ്റെ ഈ ഇടനെഞ്ചിലൊരു തുളയിടും. അത് ഓർമ്മ വേണം. ചിരിക്കുകയാണെങ്കിലും കണ്ണുകളിൽ വല്ലാത്തൊരു വന്യത ഒളിപ്പിച്ചുകൊണ്ടുള്ള വികാസിൻ്റെ വാക്കുകൾ കേട്ട് നിൽക്കുമ്പോൾ റീജോയുടെ നട്ടലിലൂടെ ഒരു പെരുപ്പ് പടർന്നു. കാത്തിരുന്ന ആർട്സ് ഡേ ദിവസം വന്നെത്തി. പതുപോലെ ആമിയെ കോളേജിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാനായിരുന്നു റയാൻ്റെ തീരുമാനം. കൊച്ചേ, കോളേജിലെത്തിയതും ഡോർ തുറക്കാനാഞ്ഞ് ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റയാൻ വിളിച്ചു. എന്താ ഇച്ചായ? ഒരു പ്രത്യേക ഭാവത്തിൽ തന്നെ നോക്കിയിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ആമി പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്കെന്തോ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല. അതെന്താ ഇപ്പോൾ അങ്ങനെയൊരു തോന്നൽ? ഇച്ചായൻ എന്നെ കോളേജിലാക്കിയിട്ട് പോണത് ആദ്യമാണോ? ആമിയിൽ കുസൃതിയായിരുന്നു വിരിഞ്ഞത്. പക്ഷേ റയാൻ്റെ മുഖത്തപ്പോഴും എന്തോ ഒരു അസ്വസ്ഥത തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുവാ ഇച്ചായ? അറിയില്ല കൊച്ചേ, എന്തോ
ചങ്കിനകത്തൊരു പിടച്ചിൽ. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകും പോലൊരു തോന്നൽ. റയാൻ അവളുടെ മുടിയിഴകൾ മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവളുടെ കവിളിണകളെ മൃദുവായി തലോടിക്കൊണ്ടായിരുന്നു അവന്റെ പറച്ചിൽ. അങ്ങനെയൊന്നുമില്ല ചായ. ഇച്ചായൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ച് ടെൻഷനാവേണ്ട. അങ്ങനെ അങ്ങനെ ആയിക്കോട്ടെ. അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അവൻ മുന്നോട്ടൽപ്പമാഞ്ഞ് ആമിയുടെ നെറ്റിത്തടത്തിൽ അമർത്തി മുത്തി. ഞാൻ പോട്ടെ. ആമി അനുവാദത്തിന് നിന്നോണം അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ചെല്ല്. സൂക്ഷിക്കണം. തിരക്കിനിടയിൽ ഓടിച്ചാടി നടക്കരുത്. സമയത്ത് ഫുഡ് കഴിക്കണം. ഓ, ഈ ഇച്ചായൻ പോകാൻ നോക്കിയേ. ആമി അവന്റെ കവിളിൽ നിന്നും മുത്തിയിട്ട് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഒരിക്കൽ കൂടി തന്നെ കൈവീശി കാണിച്ചിട്ട് അകത്തേക്ക് നടന്നു പോകുന്നവളെ നോക്കിയിരിക്കുമ്പോൾ റയാന് തന്റെ ഹൃദയത്തിലെന്തോ ഒരു ഭാരം തൂങ്ങും പോലെ തോന്നി. ഹൃദയത്തിന്റെ ഭാഗമായ എന്തോ ഒന്ന് നഷ്ടമാകാൻ പോകും പോലെ അവന്റെ നെഞ്ചു നേറി. നീ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? ഓഡിറ്റോറിയത്തിന്റെ മുന്നിലേക്ക് ചെന്നതും ആമിയുടെ അരികിലേക്ക് ഓടി വന്ന കീർത്തിയും ജാസ്മിനും ചോദിച്ചു. ഓ, വന്നിട്ട് കുറെ നേരമായി. എന്റെ കെട്ടിയോന് എന്നെ ഇവിടെ ആക്കിയിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല പോലും. അങ്ങനെ കാറിലിരുന്ന് ചിണുങ്ങുമായിരുന്നു. പിന്നെ ഒരു തരത്തില്ല ഞാൻ ഓടിച്ചു വിട്ടത്, ആമി ചിരിയോടെ പറഞ്ഞു. ആ, അങ്ങേര് മനസ്സില്ലാ മനസ്സോടെ ചെയ്തു വച്ചതാ മോളുടെ വയറ്റിലേക്ക് കിടക്കുന്നത്. ഇതൊന്നും പുറത്തു വരുന്നത് വരെയെങ്കിലും ഇനി അങ്ങേരോട് കടുപ്പപ്പെട്ട പണിയൊന്നും കാണിച്ചു കളയരുതെന്ന് പറയണം. കീർത്തിയുടെ പറച്ചിൽ കേട്ട് ചിരിച്ചുകൊണ്ട് അവർ മൂന്നാളും ഓഡിറ്റോറിയത്തിനകത്തേക്ക് നടന്നു. എന്നാൽ അവരുടെ നീക്കങ്ങൾ ഓരോന്ന് സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നത് ആ പെൺകുട്ടികൾ അറിഞ്ഞതേയില്ല. അവരകത്തേക്ക് കയറിയതും അവൻ ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഹലോ. ആ, എടാ റീജോ, അവളുമാര് ഓഡിറ്റോറിയത്തിലുണ്ട്. നീ ആ ആത്മീകയുടെ കൂടെ തന്നെ ഉണ്ടാകണം. മറ്റവളുമാരുടെ കണ്ണ് വെട്ടിച്ച് അവളെ എവിടെ കിട്ടിയാലും പൊക്കിയേക്കണം. ഓക്കേടാ. ഈ സമയം അണിയറയിൽ തനിക്കായി ഒരുങ്ങുന്ന കുരുക്കൊന്നും അറിയാതെ സ്റ്റേജിലേക്ക് നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുമായിരുന്നു ആമി. സാർ, ഇതിനിപ്പോ സാറ് നേരിട്ടിറങ്ങണോ? ഞങ്ങളായാലും പോരെ? സ്റ്റെയർ കേസിനിറങ്ങി താഴേക്ക് വരുന്ന വികാസിനെ കണ്ട് അവന്റെ ആജ്ഞാനുവർത്തികളിൽ ഒരുവൻ ചോദിച്ചു. പോരാ ജോബി, ഇക്കാര്യത്തിൽ എനിക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവൻ തീരാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമാ. പാതി ജീവനോടെ ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടെന്ന് പ്രതികരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് അവനെ കിട്ടണം. അതിനാ ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ആ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസമായി ഇന്ന്. അതിൽ പിഴവുകളൊന്നും പാടില്ലെന്ന് എനിക്ക് നിർബന്ധമാ. ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്ക് തെറുത്ത് കയറ്റി നെറ്റിയിലേക്ക് വീണുകിടന്ന മുടിയിഴകളെ അലസമായി മാടി ഒതുക്കിക്കൊണ്ട് വികാസ് ചിരിച്ചു. പിന്നെ കുറച്ചു മാറി നിന്നൊരാൾക്ക് നേരെ കൈനീട്ടി. അയാൾ വേഗം ഒരു ചാവി കൊണ്ടുവന്നവൻ്റെ കൈവെള്ളയിലേക്ക് വെച്ചുകൊടുത്തു. അതിലേക്ക് നോക്കി വികൃതമായെന്ന് ചിരിച്ചിട്ട് വികാസ് വേഗം പുറത്തേക്കിറങ്ങി. മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ടിപ്പർ കണ്ടതും എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ചെന്ന് അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. റയാൻ ഓഫീസിലായിരുന്നെങ്കിലും ജോലികളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവന് സാധിച്ചതേയില്ല. കാര്യമോ കാരണമോ അറിയാത്തൊരു അസ്വസ്ഥത അവൻ്റെ മനസ്സിനെ പിടിമുറുക്കിയിരുന്നു. അരുതാത്തതെന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചുകൊണ്ടിരുന്നു. സാർ. ഡോർ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് സാന്ദ്ര വിളിച്ചതും പേപ്പർ വെയിറ്റ് കറക്കി ഏതോ ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്ന റയാൻ പതിയെ മുഖമുയർത്തി അവളെ നോക്കി. എന്താ സാന്ദ്ര? സാർ, 11 മണി കഴിഞ്ഞു. 12-ന് ആ പുതിയ കമ്പനിയുമായിട്ടുള്ള മീറ്റിംഗ് ചാർട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോഴെങ്കിലും ഇറങ്ങിയാലേ. ഓ, ഞാനത് വിട്ടുപോയി. ഇപ്പോൾ തന്നെ ഇറങ്ങാം. താൻ ചെന്ന് ഫയൽസൊക്കെ എടുത്ത് വെക്ക്. ഞാൻ ദാ വരുന്നു. എല്ലാം റെഡിയാണ് സാർ. ഓക്കെ, വെയിറ്റ്. പറഞ്ഞിട്ട് അവൻ വേഗം വാഷ്റൂമിലേക്ക് നടന്നു. തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞപ്പോൾ റയാന് ചിലരാശ്വാസം തോന്നി. മീറ്റിങ്ങിനായി പുറപ്പെടുമ്പോൾ കാറിൽ റയാനൊപ്പം സാന്ദ്രയും ഉണ്ടായിരുന്നു. ആ കാർ ഓഫീസ് കോമ്പൗണ്ട് താണ്ടിയതും വികാസിൻ്റെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം എത്തി. ഒരു തംസപ്പ് മാത്രമായിരുന്നു അത്. ആളൊഴിഞ്ഞ വഴിയിൽ ഒതുക്കിയിട്ടിരുന്ന ടിപ്പറിൻ്റെ സീറ്റിൽ മലർന്നു കിടന്നുകൊണ്ട് ആ മെസ്സേജ് കണ്ട വികാസ് ഒന്ന് ക്രൂരമായി ചിരിച്ചു. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ റയാൻ. മുഖത്ത് നിറഞ്ഞ വന്യതയോടെ മുരണ്ടുകൊണ്ട് അവൻ എണീറ്റ് ഡ്രൈവിംഗ് സീറ്റിലേക്കിരുന്നു. സ്റ്റേജിൽ നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അരികിലിരുന്ന കീർത്തിയുടെ കയ്യിൽ തോണ്ടി ആമി അവളെ വിളിച്ചത്. എന്തോ അടി? മൈക്കിൻ്റെ ശബ്ദം കൊണ്ട് അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലും കേൾക്കാൻ കഴിയാതെ കീർത്തി ഒരു അലർച്ച പോലെ ചോദിച്ചു. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമടി. ഞാൻ ദാ വരുന്നു. എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചിട്ട് ആമി എണീറ്റു. ഒപ്പം ജാസ്മിൻ്റെ കൈയും പിടിച്ച് കീർത്തിയും ഉണ്ടായിരുന്നു. എന്തോ അടി? എവിടെ പോകുക? കാര്യം പിടികിട്ടാതെ ജാസ്മിൻ ചോദിച്ചു. ഞാൻ പോയിട്ട് വന്നോളാം മടി. എങ്ങോട്ട് പോണ കാര്യമാടി ഉളകളെ? ഓ, എൻ്റെ പൊന്നു ജാസു, നിനക്കൊന്ന് കീറാതിരിക്കാൻ പറ്റുമോ? ഈ ഗർഭിണിക്ക് മുള്ളാൻ മുട്ടുന്നെന്ന്. ഓ, അത്രയുള്ളോ? വാ, മുള്ളിക്കളയാം. എടി, നിങ്ങളിവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് വരാം. അതൊന്നും വേണ്ട. എന്നിട്ട് വേണം ഇനി നിന്നെ തന്നെ വിട്ടെന്നും പറഞ്ഞ് നിന്റെ കെട്ടിയോ ഞങ്ങളെ പിടിച്ചു കടിക്കാൻ. നിന്നെ മുള്ളിക്കാൻ ഞങ്ങളും വരും.
വാ പോകാം. ജാസ്മിൻ മുൻപേ നടന്നു. പിന്നാലെ കീർത്തിയുടെ കൈയും പിടിച്ച് ആമിയും. അവർ വാഷ്റൂം ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആളുകൾ തീരെ കുറവായിരുന്നു. എല്ലാവരും ഓഡിറ്റോറിയത്തിലും മറ്റുമൊക്കെ ആയിരുന്നതുകൊണ്ട് അവിടമൊക്കെ തീർത്തും ശൂന്യമായിരുന്നു. പോയിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാം. ആമി ഉള്ളിലേക്ക് പോയതും കീർത്തിയും ജാസ്മിനും കൂടി അവിടെ കിടന്ന ബെഞ്ചിലേക്ക് ഇരുന്ന് കത്തിവെക്കാൻ തുടങ്ങി. വലിയൊരു ഹാളിന് ചുറ്റുമായി ടോയ്ലറ്റ്സ് അറേഞ്ച് ചെയ്തതുപോലെയായിരുന്നു ഉൾഭാഗം. ആമി പ്രധാന വാതിൽ തുറന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ 2 ആണുങ്ങളും ക്ലീനിങ്ങിന് വരുന്ന ഒരു സ്ത്രീയും കൂടി വേസ്റ്റ് ബിന്നിന്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചേച്ചി! പുരുഷന്മാർ നിൽക്കുന്നത് കണ്ട് ആമി മടിയോടെ ആ സ്ത്രീയെ വിളിച്ചു. ആ, ബാത്റൂമിൽ പോകാൻ വന്നതാണോ? പൊയ്ക്കോ മോളെ, എല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുവാ. ഇവര് വേസ്റ്റ് കൊണ്ടുപോകാൻ വന്നതാ. പുഞ്ചിരിയോടെ അവർ പറഞ്ഞതും ആമി ആദ്യം കണ്ട ടോയ്ലറ്റിലേക്ക് കയറി ഡോറടച്ചു. അതോടെ അവിടെ നിന്നിരുന്ന 3 പേരും പരസ്പരം നോക്കിയൊന്ന് ഉറിച്ചിരിച്ചു. ആമി ടോയ്ലറ്റിൽ പോയിട്ട് തിരികെ ഇറങ്ങുമ്പോൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആരെയും കാണാനുണ്ടായിരുന്നില്ല. ഇവരിത്ര വേഗം പോയോ? പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞതും ഡോറിന്റെ സൈഡിൽ നിന്നിരുന്നവൻ കയ്യിലെ കർച്ചീഫ് കൊണ്ടവളുടെ പൊത്തിപ്പിടിച്ചു. പ്രതിഷേധിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അതിനു മുന്നേ അവളുടെ ബോധം മറഞ്ഞു പോയിരുന്നു. പൊക്കടാ! അവൻ കൂടെ നിന്നവരോട് മുരണ്ടതും അവൻ മുന്നോട്ട് വന്നു അനായാസമായി അവളെ എടുത്ത് ഒഴിച്ചു റെഡിയാക്കി വെച്ചിരുന്ന വേസ്റ്റ് ബിന്നിലേക്ക് ഇറക്കി. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങളൊന്നും കണ്ടിട്ടുമില്ല. അവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ആ സ്ത്രീയുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ വേസ്റ്റ് ബിന്നിന്റെ മൂടിയെടുത്തിട്ട് അതിന്റെ പിടികൾക്കിടയിലൂടെ ഒരു കമ്പ് കടത്തി അതിന്റെ 2 അറ്റവും തങ്ങൾക്കിരുവരുടെയും തോളത്തെടുത്തു വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നടന്നു. അപ്പോഴും ആമിയെ കാത്തു നിൽക്കുകയായിരുന്ന ജാസ്മിനും കീർത്തിക്കും മുന്നിലൂടെ അവരാ വലിയ ജാറുകൊണ്ട് പുറത്തു കിടന്ന പെട്ടി ഓട്ടോയിലേക്ക് കയറ്റി. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നതൊക്കെ ഇവന്മാർക്ക് അവധി ദിവസങ്ങളിൽ ചെയ്തൂടെ? ആ വണ്ടി അകന്നു പോകുന്നത് നോക്കിയിരുന്നു കൊണ്ട് ജാസ്മിൻ പിറുപിറുത്തു.